ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആക്രമണം ഘടിപ്പിച്ച് ഇറാൻ 24 മണിക്കൂറിനിടെ 150-ലേറെ പേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം തുടങ്ങിയ ശേഷം ആകെ പരിക്കേറ്റവരുടെ എണ്ണം 4000 കവിഞ്ഞുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം മരണം ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ ആയുധങ്ങൾ തിരയുകയാണെന്നും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും IRGC തള്ളിയിട്ടുണ്ട്. യുദ്ധത്തിനിടയിലും ഇറാൻ മിസൈലുകൾ നിർമ്മിക്കുകയാണെന്ന് IRGC പറഞ്ഞു. മിസൈൽ ശേഖരം തീർന്നെന്ന് ആരും കരുതണ്ട. യുദ്ധത്തിന്റെ നിഴൽ ഇറാന്റെ മേൽ നിന്നും മാറും വരെ ഏറ്റുമുട്ടൽ തുടരുമെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് IRGC സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് വിമാനത്തെ ലക്ഷ്യം വെച്ചത് എന്നാണ് IRGC പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നത്. F-35 യുദ്ധവിമാനം പശ്ചിമേഷ്യയിലെ സൈനിക താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായിട്ടാണ് US അറിയിച്ചിരിക്കുന്നത്. അതിനിടെ ഇറാനിലേക്ക് US-ന്റെ 4000-ഓളം മൈറനുകൾ എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു സൈനിക സംഘം വരുന്ന ആഴ്ചയോടെ ഹോർമുസിലൊക്കെ എത്തും. ഹോർമുസ് നിയന്ത്രണം ഏറ്റെടുക്കി ഇറാന്റെ തിരിച്ചടി പ്രതിരോധത്തിലാക്കാനുമാണ് ലക്ഷ്യം. ഹോർമുസ് സൈന്യത്തെ അയക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം NATO സഖ്യകക്ഷികൾ ഉൾപ്പെടെ തള്ളിയിരുന്നു.